എന്താ വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഞാനിവിടെ ഉണ്ട്. പക്ഷേ ഞാനും എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതൊക്കെ ആയതുകൊണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മൂടി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണെങ്കിലും ഇതിലെല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്, പണി ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് വളരെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് പറയും. ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ട് അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ്. അപ്പം അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇതിന് പിന്നിൽ അതേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ബാക്കി ഒന്നും കൊടുക്കാനോ പണിക്കാർക്ക് പോലും ഒന്നും കൊടുക്കാനോ ഒക്കെ ഉള്ളതൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ സാഹചര്യം എനിക്ക് ജോലിയെടുക്കാൻ മേലാതായിപ്പോയി. 2 ഓപ്പറേഷൻ, അറ്റാക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ഈ പോസ്റ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ, അത് സുതി മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ആരെങ്കിലും തന്നാൽ ഉള്ള ആ ഒരു രീതിയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഇവർക്കൊന്നും കൊടുക്കാൻ ഒത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. വീടിൻ്റെ ഞാൻ പറയാം, ദൈവം അത് അനുഗ്രഹം അവർക്ക് നൽകും. അതുപോലെ മനോഹരമായിട്ടും നല്ല ആരോഗ്യപരമായിട്ട് തന്നെയാണ് ഈ വീട്. മൗസൂദി പറയുന്നവർക്കടുത്ത് കൂടെ നിർത്തിക്കേണ്ടത് ഞാൻ പറയുന്നത്. ഇതിൻ്റെ KHDCയുടെ ചെയർമാനായിരിക്കുന്ന എന്താ പറയുക, ഞാൻ ഉള്ളുകൊണ്ട് പറയുക, പറഞ്ഞു പോയല്ല, വളരെ നന്ദി. കാരണം ഒരാൾക്ക് കൊടുക്കുമ്പം അത് ഇത്ര ആത്മാർത്ഥത്തോടെ ചെയ്തല്ലോ. ഇവിടെ വന്ന പണിക്കാരോടെല്ലാം ഞാൻ പറയും, ഓരോ പണിക്കാരും പറയത്തു കൂടി പറയും. അതുപോലെ അന്നു മുതൽ ഇന്ന് വരെയും ഈ സ്ഥലം തന്ന തിരുമേനി ഇദ്ദേഹത്തിന് വേണ്ടി രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആ പ്രാർത്ഥനയിലുണ്ട്.